പ്രിയപ്പെട്ടവരെ നേരട്ടെ എല്ലാവർക്കും, എല്ലാ സോഷ്യൽ ശ്രോതാക്കൾക്കും ഒരു പുഞ്ചിരിയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ഇത്തിരി ആവേശത്തോടെ പെരുന്നാളിൻ്റെ ആശംസ തരട്ടെ. സന്തോഷത്തോടെ പെരുന്നാൾ, പെരിയ നാൾ അല്ലേ? ഇന്നെന്നും പെരുന്നാൾ, അന്ന് പെരുന്നാൾ. അന്ന് പെരുന്നാൾ ബിരിയാണി, ഇന്നെന്നും കുഴിമന്തി ബിരിയാണി, ഇന്നെന്നും. അന്ന് പുത്തനെടുപ്പിന് പൂതി, ഇന്നെന്നും പുത്തനെടുപ്പ്, അത് വേറെ. പെരുന്നാളിൻ്റെ ആരവങ്ങളും ആവേശങ്ങളും ഞങ്ങളുടെ നാട്ടിലും. പിന്നെ ഇസ്മായിൽ നബിയുടെ ത്യാഗം, അറിവിൻ്റെ ത്യാഗമായിട്ട് ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിന് ലോകത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെ, ജില്ലയുടെ, ഇന്ത്യയുടെ അല്ല, ലോക ഭൂപടത്തിൻ്റെ എല്ലായിടത്തും അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ച് എത്ര ബലിമൃഗങ്ങളെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഞങ്ങളുടെ നാട്ടിൽ നടന്നു. വളരെ ആവേശത്തോടെ, വളരെ വർഷം തോറുമുള്ളതുപോലെ, വളരെ സജീവമായി, വളരെ സെറ്റപ്പോടെ പന്തലൊക്കെ നമ്മൾ വലിയ മഹലാണ്. 3-4 ഭാഗങ്ങളായിട്ട് ഒരു ഭാഗത്ത് മാത്രമുള്ളതാണ്. ഒരു ഭാഗം മഹലിൻ്റെ 4 ഭാഗത്ത് ഒരു ഭാഗം മാത്രമാണ് കട്ടുപ്പാറ. അവിടെയും ഗംഭീരമായിട്ട് എല്ലാവിധ സംവിധാനങ്ങളോടെയും സജ്ജീകരണങ്ങളോടെയും കുട്ടികളെല്ലാം ഒന്നിച്ച് 12 നമ്മൾ ഏകദേശം ഒരു 3-4 കിലോ വരെ വീട്ടിലേക്കെത്തി. എൻ്റെ നാട്, ഞങ്ങളെ നാട് പയമ ഇത്തിരി ചോരാതെ പുതുമയോടൊപ്പം പോകുന്ന ഞങ്ങളെ പയമള്ളൂർ എന്ന പഴയ നാട്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞങ്ങൾ ഫോട്ടോ കണ്ടില്ലേ? കസേരയിലിരുന്ന് പേപ്പർ നോക്കുന്നു, ലിസ്റ്റുകൾ നോക്കുന്നു. ഞങ്ങളുടെ നാടിൻ്റെ അത്താണിയാണത്. മലബാർ ഹബുഹാജി എന്ന് പറയും. മലബാർ അബുഹാക്ക നാടിൻ്റെ അത്താണിയാണ്. ദീനിയായ ഏത് കാര്യത്തിനും കാർമ്മികത്വത്തിന് മുന്നിട്ടിറങ്ങും. ഈ ഉദയത്ത് കർമ്മവും അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണെന്ന് തന്നെ പറയാം. ശാരീരികമായിട്ട് അവശനാണെങ്കിലും തമ്പുരാൻ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളുടെ പ്രതിഫലമായിട്ട് ശാരീരികമായിട്ടുള്ള അവശത മാറി ആരോഗ്യവും ദീർഘമായ ആയുസ്സും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ വളരെ സജീവമായിട്ട് പരിസര പ്രദേശങ്ങളിലൊക്കെ കഴിയുന്നതിന് മുമ്പ് വളരെ സജീവമായിട്ട് എല്ലാ വീടുകളിലും ഇറച്ചിയുടെ കീസെത്തി. വളരെ സന്തോഷം. ഇതാണ് ഞങ്ങളുടെ പെരുന്നാൾ, നമ്മുടെ പെരുന്നാൾ. ഇന്ന് പെരുന്നാളിന് പുത്തനുടുപ്പിനൊരു പുതുമയില്ല, പുതുബിരിയാണിക്കൊരു പുതുമയില്ല. ഇന്നത്തെ പെരുന്നാളിന് എൻ്റെ സോഷ്യൽ ശ്രോതാക്കളോട് ഞാൻ ഒന്ന് പറയട്ടെ, എത്ര തിരക്കാണെങ്കിലും, എത്ര സമയമില്ലാത്തവരാണെങ്കിലും അപ്പുറത്തെ കുടുംബത്തിൽ പോയി ഒന്നുമില്ലെങ്കിലും 1/2 ഗ്ലാസ് പായസമോ ഒരു പപ്പടപ്പൊട്ടോ കഴിച്ച് പെരുന്നാളിൻ്റെ സന്തോഷവും കുടുംബത്തിൻ്റെ സന്തോഷവും അപ്പുറത്ത് പോയിട്ട് വെറുതെ എല്ലാ ബന്ധനങ്ങളാവാതെ ബന്ധങ്ങൾ സൂക്ഷിച്ച് പെരുന്നാൾ സന്തോഷം കൈമാറാൻ നമുക്ക് കണ്ണടയുന്നതിന് മുമ്പ് സാധിക്കട്ടെ. ഇനിയും ഒത്തിരി പെരുന്നാൾ ആഘോഷിക്കാനും ഉദൂഹിയത്ത് കർമ്മത്തിൽ കൂടാനും തമ്പുരാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഒരു പുഞ്ചിരി പെരുന്നാൾ ആശംസകൾ നേർന്ന് ഹനീഫ കട്ടുപ്പാറ. ഗുഡ് ബൈ.